ഒരു ദിവസം മുറ്റമടിക്കാതെ നിന്നുകൂടാ. എന്താ കുട്ടി? ഞാൻ ഈ മുറ്റമാക്കിയാന്ന് തൂത്തുവാരുകയാ. എന്തേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്നാ മുത്തശ്ശി തൂത്തുവാരിക്കാം. അല്ല മുത്തശ്ശി, മുത്തശ്ശൻ ഇവിടെ ഇല്ലേ? ഇല്ലടി, മുത്തശ്ശൻ ടൗണിൽ പോയിട്ടാ ഉള്ളത്. അല്ല, നീ എന്താ പതിവില്ലാതെ ഇന്ന് നേരത്തെ എഴുന്നേറ്റത്? ഒന്നുമില്ല മുത്തശ്ശി. ഇന്ന് നേരത്തെ തന്നെ വികൃതികൾ തുടങ്ങാനായിരിക്കും അല്ലേ നിന്റെ ഉദ്ദേശം? ഇന്നിനി എന്തെല്ലാണാവോ ഒപ്പിക്കാൻ നോക്കുന്നത്? മുത്തശ്ശിക്കടക്കം ഞാനൊരു വികൃതി കുട്ടിയായിരിക്കുന്നു. മുത്തശ്ശിയുടെ വർത്താനം കേട്ട് എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖവുമില്ല. അല്ലെങ്കിൽ തന്നെ ജീവിതം ഇപ്പോൾ വല്ലാണ്ട് ബോറടിക്കുന്നു. അതിനെന്താ ഇപ്പൊ ചെയ്യുക? ഇന്നു മുതൽ ഇനി ഞാൻ നല്ല കുട്ടിയാണ്. മുത്തശ്ശിയെ കൊണ്ടും അമ്മയെ കൊണ്ടും ഒക്കെ ഇനി എന്നെ നല്ലത് പറയിപ്പിക്കണം. എല്ലാവരും ഇനി എന്നെ കണ്ടു വേണം നല്ല കുട്ടിയായി വളരാൻ. അതിനെന്താ ഒരു പോംവഴി? യെസ്, അത് തന്നെ. ഇവിടെ മുഴുവൻ നല്ല ചെടികൾ നട്ടു വളർത്താം. വീട്ടിൽ നിന്ന് മാത്രമല്ല, ടീച്ചർമാർ ഇനി എന്നെ കൊണ്ട് നല്ലത് പറയും. ധാരാളം ചെടികളൊക്കെ നട്ടു വളർത്തി അത് വിറ്റ് വേണം ഇനി കുറെ പണമുണ്ടാക്കാൻ. അച്ഛനോട് പോയിട്ട് പറയാം കുറച്ച് ചെടി കൊണ്ടുതരാൻ. അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇനി ചേച്ചിയോടും കൂടി പറയണം എന്നെ കണ്ട് പഠിക്കാൻ. എടി ചേച്ചി, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. നീ ഇപ്പോഴും ദുഷ്ടത്തിയായി തന്നെ നിന്നു. അച്ഛൻ ഇപ്പോൾ പോവും ഓഫീസിലേക്ക്. അതിനു മുന്നേ പോയി പറയാം. ബുക്കൊക്കെ വായിച്ച് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നല്ല ആളാവാനുള്ള ശ്രമമാ. എന്താന്നാടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്റെ കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്, ചേച്ചിയുടെ കണ്ണുകൊണ്ടൊന്നല്ലല്ലോ. നീ അതിനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്റെ കണ്ണുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നോക്കും. അവൾ നേരം വെളുക്കുമ്പോ തന്നെ തുടങ്ങി അടികൂടാൻ. എന്താ രണ്ടുപേരും ചെയ്യുന്നത്? ഒന്നുമില്ല അച്ഛാ. അച്ഛൻ ഓഫീസിലേക്കാണോ ഇറങ്ങിയത്? അതെ. എന്നാ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു റോസാപ്പൂവിന്റെ ചെടി കൊണ്ട് തരുമോ? അതെന്തിനാ റോസാപ്പൂവിന്റെ ചെടികൾക്ക്? എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ അവളങ്ങനെ പറയില്ല. അതെന്തിനാ നിനക്ക് റോസാപ്പൂവിന്റെ ചെടി? അതൊന്നുമില്ല അച്ഛാ, എനിക്ക് വെറുതെ നട്ടു വളർത്താനാ. ഉറപ്പായും എന്തോ ഉണ്ട്, അല്ലാതെ അവളങ്ങനെ പറയില്ല. ഞാനും പറയാം ഒരു റോസാപ്പൂവിന്റെ ചെടിക്ക്. അച്ഛാ, എനിക്കും വേണം ചെടി. അല്ല, ചേച്ചിക്ക് എന്തിനാ ചെടി? നിനക്കെന്തിനാണോ അതിനാ എനിക്കും. ഞാൻ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞതല്ലേ ചേച്ചി? അതിനെന്താ പ്രശ്നം? ഞാൻ നിന്റെ ചെടിക്കല്ലല്ലോ പറഞ്ഞത്, എനിക്ക് വേറെ കൊണ്ട് തരാനല്ലേ പറഞ്ഞത്. ഞാൻ എന്താ കളിക്കുന്നത്? അതൊക്കെ ചേച്ചിക്കും കളിക്കണോ? ആഹാ, നിന്റെ ആരാ പറഞ്ഞത് ഞാൻ നീ കളിക്കുന്നത് പോലെ കളിക്കുന്നതാണെന്ന്? എനിക്കും ചെടി നടാൻ ബോധിയായി, അതുകൊണ്ടാണ് ഞാനും അച്ഛനോട് പറഞ്ഞത്. മതി മതി വഴക്കിട്ടത്. രണ്ടുപേർക്കും ഞാൻ വരുമ്പോൾ കൊണ്ടുതരാം. ഞാൻ എന്താ കളിക്കുന്നത്? അതും നോക്കി നടക്കും. നീ പോടി. ജാനി, ദേവു, എന്താ അവിടെ? രണ്ടുപേരും നേരം വെളുക്കുമ്പോൾ തന്നെ തുടങ്ങിയോ? ഞാനല്ല അമ്മ, ദാ ഈ ചേച്ചിയാ. ആഹാ, ഞാനോ? ഞാനെന്നാ നിന്നെ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ചെയ്യാതെയാണോ? ചേച്ചി ഞാൻ പറയുന്നത് കേട്ടിട്ടല്ലേ ചെടിക്ക് പറഞ്ഞത്? അതിനെന്താ ഇത്ര പ്രശ്നം? ഞാൻ നിന്റെ ചെടിക്കല്ലല്ലോ പറഞ്ഞത്, ഞാൻ എനിക്ക് വേറെ ചെടി കൊണ്ടുതരാനല്ലേ പറഞ്ഞത്. നീ പൊടി ചുട്ടെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. ഇവൾക്കെതിരെ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എന്തോ കാര്യമുണ്ട്, അല്ലാതെ ഇങ്ങനെ പിടിക്കില്ല. അവൾ എന്താ കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കാം. അച്ഛൻ വന്നു. അല്ല, എന്താ രണ്ടുപേരും ചെയ്യുന്നത്? അച്ഛൻ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. ആ നിത്തം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതാ രണ്ടുപേർക്കും ചെടി. രണ്ടുപേരും കൊണ്ടുപോയി നല്ല വൃത്തിക്ക് നട്ടോ. ആര് ചെടിയാ നല്ല ഭംഗിയായി വളരുന്നതെന്ന് ഞാൻ നോക്കട്ടെ. മതി മതി, ഇനി ഇതിന്റെ പേരിൽ വഴക്ക് കൂടണ്ട. രണ്ടുപേരും കൊണ്ടുപോയി നട്. ആരുടെയാ വളരുന്നതെന്ന് നോക്കാം. രണ്ടുപേർക്കും ഏത് സമയം നോക്കിയാലും വഴക്ക് കൂടല പണി. ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചട്ടി എടുത്തിട്ട് വരട്ടെ. എന്നെ മൂപ്പിക്കാൻ വേണ്ടിയാ ചട്ടി എടുക്കാൻ പോയത്. കാണിച്ചു തരാം നിനക്ക് ഞാൻ. ഞാനും പോയി ചെന്ന് നോക്കട്ടെ, എനിക്കും വേണം ചട്ടി. അല്ല, ചേച്ചി എവിടുന്നാ ചട്ടി എടുത്തത്? എനിക്കും വേണം ചട്ടി. അവിടെ ആകെ ഒരു ചട്ടിയാ ഉണ്ടായിരുന്നത്, അത് ഞാനിങ്ങെടുത്തു. ഇനി അവിടെ ചട്ടിയൊന്നുമില്ല. എന്ത്? അവിടെ ചട്ടിയില്ലെന്നോ? ഞാൻ കുറെ ചട്ടി കണ്ടതാണല്ലോ. ഓ, ആ ചട്ടിയാക്കി എടുത്ത് അമ്മ എന്നെ ചെടി നട്ടു. എന്താ പറഞ്ഞത്? അമ്മ ചെടി നട്ടെന്നോ? അപ്പൊ എനിക്ക് എവിടെ ചട്ടി കിട്ടുവാ? എടി ദേവു, ഞാൻ പറഞ്ഞത് സത്യമാ. അതിലൊക്കെ അമ്മ ചെടി നട്ട് വളർത്തി. ഇനി ചട്ടിയൊന്നുമില്ല. നീ ആ സഞ്ചിയിൽ തന്നെ നട്ടോ. അയ്യേ, അതെങ്ങനെയാ ശരിയാവുക? ഞാൻ ഈ കവറിൽ ചെടി നടാനോ? അതൊന്നും
ഞാനൊരു ചെടിക്ക് വേണ്ടി അച്ഛനോട് പറഞ്ഞപ്പോഴേക്കും നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഒന്ന് പോടി, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇനിയിപ്പോ എന്താ ചെയ്യുക? എനിക്കിപ്പോ എവിടുന്ന ഒരു ചട്ടി കിട്ടുക? അവിടെ ഒരു ചട്ടി കാണുന്നുണ്ടല്ലോ. ഇത് മതി, ഇത് മതി എനിക്ക്. ഇവളെന്താ ചെയ്യുന്നത്? എടി, നീ ആ ചട്ടി എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? എനിക്കും വേണ്ട ചെടി നടാൻ ചട്ടി. ഞാൻ ഈ ചട്ടി എടുക്കുകയാ. എടി, അത് അമ്മ നട്ട ചെടിയാ. ആ ചട്ടി എടുത്താൽ അമ്മ വഴക്ക് പറയും. ചേച്ചി ഇതിൽ ഇടപെടണ്ട, അമ്മയോട് ഞാൻ പറഞ്ഞോടാം. ആ, നീ തന്നെ പറഞ്ഞോ, നിനക്ക് നല്ലോണം കിട്ടും അമ്മയുടെ കയ്യിൽ നിന്നും. ദൈവമേ, ഇനിയിപ്പോ അമ്മ വഴക്കാൻ പറ്റും പറയുമോ? അമ്മയാ മറ്റും വഴക്ക് പറഞ്ഞാൽ ഇവളുടെ മുന്നിൽ ഞാൻ ശശിയാവും. അതിനെന്താ ഒരു പൂവൈ, ഇവളെ സോപ്പിടാം, അതാ നല്ലത്. ഈ സാധനത്തിന് ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞ സോപ്പിടുക? എന്തെങ്കിലും കാര്യം പറഞ്ഞ വിഷയം മാറ്റാം, അതാ നല്ലത്. എന്താടി ഇത്? കുറെ നേരമായാലും നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു. അത് പിന്നെ ഞാൻ ചേച്ചിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതാ. ചേച്ചിക്ക് എവിടെ ഇത്രയും സൗന്ദര്യം കിട്ടിയത്? നീ ആക്കി പറഞ്ഞതാണെങ്കിലും എനിക്ക് സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല. നീ എന്തിനെങ്കിലും സോപ്പിടുന്നതെന്നൊക്കെ എനിക്കറിയാം. ഈ ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? സോപ്പിടുന്നതെന്നോ? എന്തിനാ ഞാൻ സോപ്പിടുന്നത്? അത് പിന്നെ നിനക്ക് ഈ ചട്ടി കിട്ടാൻ വേണ്ടിയുള്ള സോപ്പിംഗ് അല്ലേ? ഇത് ഞാൻ തരില്ല. അയ്യേ, എനിക്ക് ചട്ടിയൊന്നും വേണ്ട. എനിക്ക് ഈ ചട്ടിയില്ലേ, ഇത് തന്നെ ധാരാളമാ. അത് തന്നെയാ നല്ലത്, നീ അതെടുത്തോ. ഇത് ഞാൻ എന്തായാലും തരില്ല. രക്ഷപ്പെട്ടു, സോപ്പിങ്ങിൽ വീണെന്നാ തോന്നുന്നത്. ഇവളോട് ഇനി അധികം വർത്താനത്തിനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് ചെടി നടാൻ നോക്കാം. ഞാൻ മണ്ണെടുക്കാൻ പോവുകയെ, ഇനി എന്റെ പുറകിൽ തന്നെ വരണ്ട കേട്ടോ. എനിക്ക് മണ്ണൊന്നും വേണ്ട, എനിക്ക് ഇതിൽ മണ്ണില്ലേ, ഇതെന്നെ ധാരാളമാ. ഈ ചെടി പൊരിച്ചു ചാടാം, പകരം ആ ചെടി ഇതിൽ നടാം. ഈ ചട്ടിയിൽ അമ്മയല്ലേ മണ്ണ് നിറച്ചത്, അതുകൊണ്ട് നല്ലോണം വളമൊക്കെ ഇട്ടിട്ടുണ്ടാകും. ഇതിൽ എന്റെ ചെടി നട്ടാൽ നല്ലോണം വളരും. എടി ചേച്ചി, നിന്റെ ചെടിയെക്കാട്ടും നല്ലോണം ഉഷാറായിപ്പോൾ എന്റെ ചെടി വളരും. അവളുടെ ചെടിക്ക് വളമൊന്നും ഉണ്ടാവില്ല, എനിക്ക് സന്തോഷമാവുന്നു. എടി ചേച്ചി, എന്താ? ഇവിടെയൊക്കെ ചേച്ചി തന്നെ വൃത്തിയാക്കണം. ചേച്ചിയാ ഇവിടെ മണ്ണൊക്കെ കൊണ്ടുവന്ന് നിറച്ചത്. അമ്പടെ മോളെ, ഞാൻ മാത്രമാണ് ഇവിടെ മണ്ണാക്കിയത്, നീയും ആക്കിയില്ലേ? ഞാനൊന്നും ആക്കിയില്ല, ഞാൻ ആ ചെടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ മണ്ണും ചേച്ചി ആക്കിയതാ. അതുകൊണ്ട് ചേച്ചി തന്നെ വൃത്തിയാക്കിക്കോ. ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം, നിന്റെ സഹായം ഞാൻ ചോദിക്കില്ല, പോരെ? അല്ലെങ്കിൽ തന്നെ ചേച്ചി ചോദിച്ചാൽ ഞാൻ സഹായിക്കില്ല. എടി, ഞാൻ ഇവിടെയാണ് ചെടി വെക്കുന്നത്, നീ എവിടെയെങ്കിലും വെച്ചോ. ഞാൻ ചേച്ചിയുടെ അടുത്തൊന്നും വെക്കുന്നില്ല, ഞാൻ ഇവിടെയാ വെക്കുന്നത്. ആ, അതാ നല്ലത്, നീ അവിടെ വെച്ചോ. നനച്ചു കൊടുക്കണം, എന്നാലേ നല്ലോണം വളരും. ഇവിടെ ചെടി എന്തായി? ഇതിന് വേര് വന്നിട്ടുണ്ടാവുമോ? എടി, നീ എന്താ എന്റെ ചെടിയുടെ അടുത്ത് നിന്ന് നോക്കുന്നത്? അതൊന്നുമില്ല, ഞാൻ എന്തായി ചെടിയെന്ന് നോക്കിയത്. നീ നിന്റെ ചെടി നോക്കിക്കോ, എന്റെ ചെടി നോക്കണ്ട കേട്ടോ. എന്റെ അമ്മ, ഞാൻ ചേച്ചിയുടെ ചെടിയൊന്നും നോക്കുന്നില്ല, പോരെ? നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പോയി കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അയ്യോ, എന്റെ ചെടി ഉണങ്ങിപ്പോകും, ഞാനും പോയി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെടി നട്ടു, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. എന്റെ ചെടി നന്നായി വളരട്ടെ, നല്ലോണം നനച്ചു കൊടുക്കാം. ചേച്ചിയുടെ ചെടി എന്തായി കാണും, ഒന്ന് നോക്കാം. എന്റെ ചെടിയെക്കാട്ടും മുന്നേ ഇതിന് വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, വന്നിട്ടില്ല, അവിടുത്തെ നട്ടുവെക്കാം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്റെ ചെടിയുടെ അടുത്ത് പോകരുതെന്ന്? അത് പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചാന്ന് നോക്കാൻ പോയതാ. എന്റെ ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചോളാം, നീ നോക്കണ്ട കേട്ടോ. ആ, ശരി. അയ്യോ, എന്റെ ചെടിയുടെ മണ്ണെന്താ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? മണ്ണൊന്ന് അമർത്തി വെക്കാം. ആ, ഇപ്പൊ ശരിയായി. ഇവിടെ ചെടി എന്തായി ആവോ? എന്റേതാ തോന്നും ചെടി നന്നായി വളരുന്നത്. എന്റെ ചെടി ഉഷാറാകുന്നുണ്ട്. ഇവിടെ ചെടിക്ക് വേര് വന്നിട്ടുണ്ടോ ആവോ? ഒന്നും കൂടി നോക്കാം. രക്ഷപ്പെട്ടു, ഇതിന് വേര് വന്നിട്ടില്ല. ഇവിടെ തന്നെ നിക്കട്ടെ, ഇപ്പൊ ചേച്ചി വരും, അതിന്റെ മുന്നേ ഇവിടെ നിന്ന് മാറാം. എന്റെ നല്ലോണം വളരുന്നുണ്ട്. ഇത് എന്നാ എന്റെ ചെടിക്ക് പറ്റുന്നത്? എപ്പോഴും ഇങ്ങനെ മണ്ണ് പൊന്തി നിൽക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ നേരെയായി. ദേവുവിന്റെ ചെടി അങ്ങനെയൊന്നും ആവുന്നില്ലല്ലോ, എന്റെ ചെടി മാത്രം എന്താ അങ്ങനെ ആവുന്നത്? ഇനി വല്ല ഉറുമ്പിന്റെ ശല്യവും ഉണ്ടാവുമോ? ഇവളെ ചെടി നന്നായി വളരുന്നുണ്ട്. ഇനിയിപ്പൊ ചേച്ചിയുടെ ചെടിക്ക് പൂവുണ്ടായി കാണുമോ? അതും കൂടി ഒന്ന് നോക്കാം. ഇവളുടെ ചെടിക്ക് ഒരു പൂവ് പോയിട്ട് ഒരു മൊട്ട് പോലും ഉണ്ടായിട്ടില്ല. ഈ ചെടി എന്താ വളരാത്തത്?
ഇനിയിപ്പോ ഇതിന് വേര് വന്നു കാണില്ല, അതായിരിക്കും. ഒന്നും കൂടി നോക്കാം. ഇതിന് വേര് പോലൊരു സംഗതി വന്നിട്ടില്ല. ഇതെന്ത് പറ്റി? ഇപ്പം ചേച്ചി ഇങ്ങോട്ട് വരും, അതിനു മുന്നേ ഇതിൽ തന്നെ നട്ടുവെക്കാം. എടി ദേവു, നിന്റോടല്ലേ ഞാൻ പറഞ്ഞത് എന്റെ ചെടിയുടെ അടുത്ത് പോവല്ല എന്ന്? അത് പിന്നെ ഞാൻ എന്റെ ചെടിക്ക് മുട്ടിട്ടു, ചേച്ചിയുടെ ചെടിക്ക് മുട്ടിട്ടോ എന്ന് നോക്കാൻ വന്നതാ. എന്താ നീ പറഞ്ഞത്? നിന്റെ ചെടിക്ക് മുട്ടിട്ടെന്നോ? അതിങ്ങനെ? എന്റെ ചെടി ഞാൻ നല്ലോണം നോക്കി, ചേച്ചി ചേച്ചിയുടെ ചെടി നോക്കിയില്ല, അതുകൊണ്ട് തന്നെ. ഇനി എന്റെ ചെടി ഇങ്ങനെ നോക്കി അതിന് കണ്ണൊന്നും വെക്കണ്ട. എന്നാലും നമ്മൾ ഒപ്പരം നട്ട് എല്ലാം ഒരുപോലെ ചെയ്തു, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ചെടിക്കൊക്കെ അറിയാം ആർക്കാ നല്ല മനസ്സൊക്കെ ഉള്ളതെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ വളരുന്നത്. ഞാൻ ചേച്ചിയുടെ ചെടിയൊന്ന് നോക്കുന്നതിന് എന്തൊക്കെ വഴക്കായിരുന്നു. ചേച്ചിക്ക് അങ്ങനെ തന്നെ വേണം. അല്ല, എന്നാലും അത് എങ്ങനെയാ സംഭവിച്ചത്? എന്താ ഇന്നും മണ്ണ് പൊന്തി നിൽക്കുന്നുണ്ടല്ലോ, ഇതെന്താ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തോ സംഭവിക്കുന്നുണ്ട്, ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഉറപ്പായി നാളെ കണ്ടുപിടിക്കും, നോക്കിക്കോ. ഹായ്, എന്റെ ചെടികൾ മുട്ട വിരിഞ്ഞ് പൂവിട്ടു. ഇനി ഇവിടെ നിറച്ച് ഞാൻ പൂന്തോട്ടമാക്കും. എന്ത് ഭംഗിയാ എന്റെ ചെടി കാണാൻ. അയ്യോ, ഇവളുടെ ചെടി എന്തിങ്ങനെ വാടിപ്പോകുന്നത്? ഇനി ചിലപ്പോൾ നല്ലോണം വേര് വന്നിട്ടുണ്ടാകും, വളരാനുള്ള വാടലായിരിക്കും. ഒന്ന് നോക്കാം വേര് വന്നിട്ടുണ്ടോ എന്ന്. ഇതിന് വേരൊന്നും വന്നിട്ടില്ലല്ലോ, അതെന്താ ഇതിന് വേര് വരാത്തത്? എടി ഭയങ്കരി, നീയാണ് എന്റെ ചെടി ഇങ്ങനെ പൊന്തിച്ചു നോക്കുന്നതല്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ചേച്ചി വരും, അതിന് മുന്നേ ഇതിൽ തന്നെ നട്ടുവെക്കാം. അവള് വരുന്നതിന്റെ മുന്നേ ഇവിടെ നിന്ന് മാറി നിൽക്കാം. ചേച്ചിയുടെ ചെടി വളർന്നാലും വളർന്നിട്ടില്ലെങ്കിലും എന്റെ ചെടി വളർന്നല്ലോ. അച്ഛനോട് പറയണം എന്റെതാ വളർന്നതെന്ന്. ചെടി ഞാൻ ഇപ്പൊ വെള്ളം കൊണ്ടുവരാം കേട്ടോ, നനച്ചു തരാം. എടി ദേവു, നീ നനച്ചു കൊടുക്കണ്ട, ഞാൻ തന്നെ നനച്ചു കൊടുക്കാം നിന്റെ ചെടി. അവളുടെ ഒരു ചെടി വളർത്തൽ. ഈ ആസിഡ് വെള്ളം ഇതിൽ ഒഴിച്ചാൽ പെട്ടെന്ന് ചെടി കരിഞ്ഞു പോകും. നിനക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. നല്ലോണം കുടിക്ക് ചെടിയെ, കുടിക്ക് കുടിക്ക്, നല്ലോണം കുടിക്ക്. ഞാനേ നിന്റെ ചെടി നല്ലോണം വളരാൻ വേണ്ടി കുറച്ച് ആസിഡ് വെള്ളം ഒഴിച്ചു കൊടുത്തതാ. എന്താ പറഞ്ഞത്? ആസിഡ് വെള്ളമോ? അപ്പൊ എന്റെ ചെടി ഉണങ്ങിപ്പോവില്ലേ? നിന്റെ ചെടി ഉണങ്ങുന്നുണ്ടെങ്കിൽ ഉണങ്ങട്ടെ. നിന്നോട് ആരാ പറഞ്ഞത് എന്റെ ചെടി എപ്പോഴും പൊരിച്ചു നോക്കാൻ? അത് പിന്നെ എന്ത് പിന്നെ എന്ന്? അത് പിന്നെ അതിന് വേര് വന്നിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാ. അതുകൊണ്ടല്ലേ എന്റെ ചെടി ഇങ്ങനെ ഉണങ്ങിപ്പോയത്? എനിക്കില്ലാത്തത് നിനക്കും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ആസിഡ് ഒഴിച്ചത്. എല്ലായിടത്തും എന്റെ കൈ തന്നെ എത്തണം. എന്താ മോങ്ങുന്നത്? എന്ത് ആസിഡ് വെള്ളം ഒഴിച്ചെന്നാ? അപ്പൊ ചെടി ഉണങ്ങി പോവില്ലേ? എടി ജാനി, ഇവിടെ വാ. ഇവൾ പറഞ്ഞത് സത്യമാണോ? നീ ഇവളുടെ ചെടിയിൽ ആസിഡ് വെള്ളം ഒഴിച്ചോ? അത് പിന്നെ എവിടുന്നാ ഇത്രയും കുരുത്തക്കിടക്കെ പഠിച്ചത്? അതല്ല അമ്മ, ഞാനും ഇവളും ഒപ്പന ചെടി നട്ടതാ. ഇവൾ എന്നിട്ട് ദിവസവും എന്റെ ചെടി പൊരിച്ചിടും, അതുകൊണ്ട് എന്റെ ചെടി ഉണങ്ങിപ്പോയി. ഇവളുടെ ചെടി മാത്രം വളർന്നു, അതുകൊണ്ടാ ഞാൻ ഒഴിച്ചത്. ദേവു, ചേച്ചി പറയുന്നത് സത്യമാണോ? അത് പിന്നെ അമ്മ, അതിന് വേര് വന്നോ എന്ന് നോക്കാൻ വേണ്ടിയാ. അമ്മ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അത് മാത്രമല്ല അമ്മ, അമ്മ നട്ട ചെടിയൊക്കെ പൊരിച്ച് അവൾ ചാടി. എന്നിട്ട് ആ ചട്ടിയിലാ അവൾ ചെടി നട്ടത്. എന്താ പറഞ്ഞത്? ചെടിയൊക്കെ പൊരിച്ച് ചാടിയെന്നോ? ആ അമ്മ, അമ്മ പുറത്ത് വെച്ച ചെടിയൊക്കെ ഇവൾ പൊരിച്ച് ചാടി. ദേവു, ഞാൻ ഈ കേട്ടത് സത്യമാണോ?